ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി ജയിൽ ചാടി വളരെ വിവാദമൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. ആ സംഭവത്തോടുകൂടി സമൂഹത്തിൻ്റെ വളരെ വലിയൊരു ഭാഗം നെറ്റിച്ചുളിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഗോവിന്ദച്ചാമിയെ പോലെ ഒരു കൊടും ക്രിമിനലിനെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നതെന്ന്? എന്തിനാണ് ഗോവിന്ദച്ചാമിയെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന്? എന്തുകൊണ്ടാണ് ഗോവിന്ദച്ചാമി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇത് സമൂഹം നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2011 ഫെബ്രുവരി മാസം 2-ാം തീയതി സൗമ്യ എന്ന കുട്ടിയുടെ വിവാഹ നിശ്ചയമായിരുന്നു. ഷൊർണൂരിൽ നിന്നും എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന ആ കുട്ടി തൊട്ട് പിറ്റേ ദിവസത്തെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ വേണ്ടി 2011 ഫെബ്രുവരി മാസം 1-ാം തീയതി എറണാകുളത്ത് നിന്നും ഷൊർണൂർ പാസഞ്ചറിൽ കയറി. ആ കുട്ടി കയറിയത് ട്രെയിനിൻ്റെ ഏറ്റവും അവസാനമുള്ള കമ്പാർട്ട്മെൻറ്റിൻ്റെ സ്ത്രീകൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരുന്ന ഭാഗത്താണ്. ആ കമ്പാർട്ട്മെൻറ്റ് മുഴുക്ക സ്ത്രീകൾക്ക് വേണ്ടി നീക്കി വെച്ചിരുന്നതല്ല. ഒരുപക്ഷെ സ്ഥിരം യാത്രക്കാരായതിനാൽ കൂട്ടുകാരികളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ആ കുട്ടി കയറിയത്. ട്രെയിൻ വൈകുന്നേരം പുറപ്പെട്ട് സന്ധ്യ കഴിഞ്ഞു, രാത്രി ഒക്കെ ആയപ്പോഴാണ് മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. തൃശ്ശൂർ കഴിഞ്ഞുള്ളൊരു സ്റ്റേഷനാണ് മുള്ളൂർക്കര, ഒരു ചെറിയ സ്റ്റേഷനാണ്. ആ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ആ കുട്ടിയുടെ കൂടെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും ഇറങ്ങി. അവരോടൊപ്പം ഇറങ്ങിയ സൗമ്യ തൊട്ടു മുമ്പിലുള്ള ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി. അതൊരു ഫുൾ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. മുള്ളൂർക്കരയിൽ നിന്നും ട്രെയിൻ വിട്ടു. ട്രെയിൻ വള്ളത്തോൾ നഗറിലെത്തി. നമുക്കറിയാം, കലാമണ്ഡലമൊക്കെ സ്ഥിതി ചെയ്യുന്ന വള്ളത്തോൾ നഗർ. അങ്ങനെ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലെ മറ്റ് വനിതാ യാത്രക്കാരും ഇറങ്ങി. ആ സമയത്ത് ഒരു പക്ഷേ ഷൊർണൂരിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാവാം സൗമ്യ ഇറങ്ങി മറ്റൊരു കമ്പാർട്ട്മെൻറ്റിൽ കയറഞ്ഞത്. ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരാൾ വനിതാ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ട്രെയിനിൽ ഭിക്ഷ യാചിച്ചിരുന്ന ഗോവിന്ദച്ചാമിയാണ്. ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നീങ്ങി തുടങ്ങിയപ്പോൾ ഗോവിന്ദച്ചാമി ആ ട്രെയിനിലേക്ക് ചാടിക്കയറി. ഒരുപക്ഷെ അയാൾ അതുവരെ കാത്തുനിന്നത് ഈ ട്രെയിൻ നീങ്ങി തുടങ്ങുന്നതിന് മുമ്പ് കയറിയാൽ അപകടം ഭയന്ന് സൗമ്യ ട്രെയിനിൽ നിന്നിറങ്ങി മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ കയറാമോ എന്ന് ഭയന്നിട്ടാവാം. ട്രെയിൻ നീങ്ങി തുടങ്ങിയതിന് ശേഷം മാത്രം കമ്പാർട്ട്മെൻറ്റിൽ ചാടിക്കയറിയ ഗോവിന്ദച്ചാമി സൗമ്യയെ ഉപദ്രവിച്ചു. സൗമ്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് പല പ്രാവശ്യം തല ട്രെയിനിൻ്റെ പരന്ന ചുമരിൽ ഇടിച്ചു. സൗമ്യ നിലവിളിച്ചെങ്കിലും ഒരുപക്ഷെ ഈ കമ്പാർട്ട്മെൻറ്റ് മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പരിപൂർണമായി അടച്ച് മാറ്റിയിരുന്നതിനാലാകാം ആർക്കും രക്ഷിക്കാനെത്താനൊത്തില്ല. സാധാരണഗതിയിൽ ലേഡീസ് ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കാനുള്ള വഴിയുണ്ടാവും. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. പക്ഷേ ഇവിടെ ഈ ട്രെയിൻ വനിതാ കമ്പാർട്ട്മെൻറ്റിലേക്ക് മറ്റ് കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ആൾക്കാർക്ക് കടക്കാനുള്ള വഴി ഒരു പക്ഷേ അടച്ചിരുന്നിരിക്കാം. സ്വാഭാവികമായും സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട്. സൗമ്യയുടെ നിലവിളി കേട്ട് തൊട്ടടുത്ത കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന തൊട്ട് മുമ്പിലത്തെ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന 2 പേർ, അവർ പ്രോസിക്യൂഷൻ സാക്ഷികളായ 4-ഉം 40-ഉമായിരുന്നു. ഈ 2 സാക്ഷികൾ ഇത് കേൾക്കുകയും ട്രെയിനിൻ്റെ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താൻ ഒരുമ്പെടുകയും ചെയ്തു. പക്ഷേ അപ്പോൾ ട്രെയിനിൻ്റെ വാതിൽക്കൽ നിന്ന മധ്യവയസ്കനായ ഒരു തൻകാര്യമാത്ര പ്രസക്തൻ അത് തടഞ്ഞു. ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിയാൽ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടാൽ തങ്ങളും ഭാവിയിൽ കേസിലേക്ക് വലിച്ചിഴക്കപ്പെടാമെന്നും കോടതി കയറി ഇറങ്ങി ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും പറഞ്ഞ് അയാൾ ഇടപെടാനൊരുങ്ങിയ പ്രോസിക്യൂഷൻ സാക്ഷികൾ 4-ഉം 40-ഉം നമ്പരായവരെ തടഞ്ഞു. എന്നിരിക്കലും
അപ്പോൾ അയാൾ ഒരു കാര്യവും കൂടെ പറഞ്ഞു, അത് ഈ കേസിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതുമായി. അയാൾ പറഞ്ഞത്, ഒരു പെൺകുട്ടി തൊട്ട് പിന്നിലെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് ചാടി രക്ഷപ്പെടുന്നത് അയാൾ കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ പെൺകുട്ടി ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് ചാടി രക്ഷപ്പെട്ടതിനാൽ ഇടപെടേണ്ടതില്ല എന്നും അയാൾ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ ഓർക്കണം, ട്രെയിനിൻ്റെ സ്പീഡ് വളരെ കുറവായിരുന്നു. കാര്യം ഷൊർണൂർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റിൻ്റെ ചങ്ങല വലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ട്രെയിൻ പെട്ടെന്ന് നിൽക്കുകയും ഗോവിന്ദച്ചാമിക്ക് ട്രാക്കിൽ വീണ് കിടന്ന സൗമ്യയെ എടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റി ഉപദ്രവിക്കാനുള്ള സാഹചര്യം ലഭ്യമാകാതെ പോവുകയും ആ പെൺകുട്ടി രക്ഷപ്പെടുകയും ചെയ്യുമായിരുന്നിരിക്കാം. ഏതായാലും നല്ല പൗരബോധമുള്ള ആ രണ്ട് വ്യക്തികൾ ട്രെയിൻ നിന്ന ഉടനെ ഗാർഡിനെ വിവരം അറിയിക്കുകയും അവർ ട്രാക്കിൽ തിരയുകയും ട്രാക്കിൻ്റെ കുറച്ച് ദൂരം മാറി ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. വളരെ താമസിയാതെ തന്നെ ഗോവിന്ദച്ചാമിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് കീഴ്ക്കോടതി ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ചു. ഗോവിന്ദച്ചാമിക്കെതിരെ ചുമത്തിയത് പല വകുപ്പുകളാണ്: ബലാത്സംഗം, പിടിച്ചുപറി, റോബറി, അതിക്രമിച്ചു കടക്കൽ, കൊലപാതകം. അങ്ങനെ പല വകുപ്പുകളും ഗോവിന്ദച്ചാമിക്കെതിരെ ചുമത്തിയിട്ടുണ്ടായിരുന്നു. ആ വകുപ്പുകൾ ഏതൊക്കെ നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതിയും വധശിക്ഷ സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് കേസ് അപ്പീലിൽ സുപ്രീം കോടതിക്ക് മുന്നിലെത്തുന്നതും ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഒഴിവായി കിട്ടുന്നതും. എങ്ങനെയാണ് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഒഴിവായത്? ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ IPC 1860 കുറ്റങ്ങളെയും ശിക്ഷകളെയും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത്. IPC 1860 വധശിക്ഷ തീർച്ചയായും പറയുന്നുണ്ട്. പക്ഷേ നിലവിലെ ഒരു നോം അല്ലെങ്കിൽ ഒരു സ്വാഭാവിക നടപടി എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. വധശിക്ഷ അപൂർവങ്ങളായ കേസുകളിൽ മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ നിലവിലെ നോം, അതായത് നിലവിലെ കീഴ്വഴക്കം അങ്ങനെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങൾ നമ്മുടെ കോടതികൾക്ക് പരിശോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ക്രിമിനൽ കേസുകളിൽ കുറ്റകൃത്യം സംശയാതീതമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഏതെങ്കിലും സംശയത്തിൻ്റെ ഒരു നിഴൽ വീണു കഴിഞ്ഞാൽ ഈ ശിക്ഷ ഒഴിവായി പോകും. അതുപോലെ തന്നെ മറ്റേ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്, അത് ഇൻറ്റൻഷനാണ്. നമ്മളൊരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അത് ആ കുറ്റകൃത്യത്തിൻ്റെ ഡെഫിനിഷന് അകത്ത് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരിക്കണം, നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. അത് ചെയ്യാൻ നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. ഉദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്ത കുറ്റകൃത്യമായിരിക്കണം. അല്ലാത്ത പക്ഷം ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം ലഘൂകരിക്കപ്പെടും. ഇനി ഗോവിന്ദച്ചാമിയുടെ കേസിൽ ബലാത്സംഗത്തിനും പിടിച്ചുപറിക്കും ട്രസ്പാസിങ്ങിനും ഒക്കെ കൃത്യമായ തെളിവുകളുണ്ടായിരുന്നു. ബലാത്സംഗത്തെ സംബന്ധിച്ച് മെഡിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ അനിഷേധ്യമായ എവിഡൻസുകളാണ്. കീഴ്ക്കോടതിയുടെ അത്തരം ശിക്ഷകളെല്ലാം തന്നെ സുപ്രീം കോടതി ശരിവെക്കുകയും ചെയ്തു. പക്ഷേ ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ വിധിച്ച 302 പരിഗണനയിലേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നതിൽ നിന്ന് 2 സാക്ഷികളെ തടഞ്ഞ മധ്യവയസ്കനായ തൻകാര്യമാത്ര പ്രസക്തന്റെ മൊഴി സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് വീണ്ടും വന്നു. ഗോവിന്ദച്ചാമി ഈ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതാണോ, അല്ലെങ്കിൽ മേൽപ്പറഞ്ഞ തൻകാര്യമാത്ര പ്രസക്തൻ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് സ്വയം ചാടി രക്ഷപ്പെട്ടതാണോ, അല്ലെങ്കിൽ ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വയം ചാടിയതാണോ? മെഡിക്കൽ എവിഡൻസ് വളരെ കൃത്യമാണ്. പല പ്രാവശ്യം തല പിടിച്ച് ട്രെയിനിൻ്റെ ഭിത്തിയിൽ അടിച്ചത് കാരണം ആ കുട്ടിക്ക്
ബോധം പൂർണ്ണമായും നശിച്ചില്ല എങ്കിലും റിഫ്ലക്സുകൾ നഷ്ടപ്പെടുകയും അങ്ങനെ റിഫ്ലക്സുകൾ നഷ്ടപ്പെട്ട ഒരു കുട്ടിക്ക് ട്രെയിനിൽ നിന്ന് സ്വയം ചാടാനാവുകയില്ല എന്നും മെഡിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നു. അതുപോലെ ആ കുട്ടിയുടെ മരണത്തിലേക്ക് പിന്നെ നയിച്ച മുഖത്തിനേറ്റ പരിക്ക്, റെയിൽവേ പാളത്തിലേക്ക് വന്ന് വീണപ്പോൾ ആ വീഴ്ചയുടെ എല്ലാ ആഘാതവും ഏറ്റെടുത്തത് ആ കുട്ടിയുടെ മുഖമായിരുന്നു. നിരവധി പല്ലുകൾ കൊഴിഞ്ഞുപോയി, നിരവധി ചീക്ക് ബോൺ അതായത് താടിയെല്ല് തകർന്നുപോയി. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സ്വബോധത്തോടെ ഒരാൾ ട്രാക്കിലേക്ക് വീഴുകയാണെങ്കിൽ ആ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കാൻ കൈകൾ ഉപയോഗിക്കുമായിരുന്നുവെന്നും, പക്ഷേ സൗമ്യയുടെ കേസിൽ കൈകൾ അങ്ങനെ ഉപയോഗിച്ചതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായില്ല എന്നതുമായ കൃത്യമായ മെഡിക്കൽ എവിഡൻസ് ഉണ്ടായിരുന്നു. എങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ ആ തൻകാര്യമാത്ര പ്രസക്തന്റെ മൊഴി ഒരു സംശയത്തിന്റെ നൂലിഴ പോലെ അവിടെ നിന്നു. ഇനി മറ്റൊരു കാര്യം നമ്മുടെ സുപ്രീം കോടതി പരിശോധിച്ചത് ഗോവിന്ദച്ചാമിക്ക് ഈ കുട്ടിയെ കൊല്ലാൻ ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്നതാണ്. കൊല്ലാൻ ഉദ്ദേശമുണ്ടായിരുന്നോ? ഗോവിന്ദച്ചാമിക്ക് പിടിച്ചുപറിക്കാനും ബലാത്സംഗം ചെയ്യാനും ഒക്കെ ഉദ്ദേശമുണ്ടായിരുന്നു, പക്ഷെ കൊന്നുകളയാൻ ഉദ്ദേശമുണ്ടായിരുന്നു എന്ന ഒരു വസ്തുത നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരിശോധിക്കുകയുണ്ടായി. നമുക്ക് സൗമ്യയുടെ മരണകാരണം എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ താടിയെല്ല് തവിടുപൊടിയായി തകർന്നു, പല്ലുകൾ ഇളകി വായ്ക്കകത്ത് വീണു. ഈ മുറിവിന്റെ ഭാഗമായി വായ്ക്കകത്ത് നിന്ന് രക്തവും ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ഗോവിന്ദച്ചാമി ഈ പെൺകുട്ടിയെ എടുത്ത് ലൈംഗിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിലേക്കായി മലർത്തിക്കിടത്തിയപ്പോൾ ഈ പറഞ്ഞ എല്ലിന്റെ കഷ്ണങ്ങളും പല്ലിന്റെ കഷ്ണങ്ങളും രക്തവുമൊക്കെ ശ്വാസനാളത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ശ്വാസനാളത്തിലേക്ക് പ്രവേശിച്ചത് മൂലമുണ്ടായ സങ്കീർണതകൾ കാരണമാണ് ആ കുട്ടിയെ രക്ഷപ്പെടുത്താനാകാതെ പോയത്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ കുട്ടി മരിക്കുന്നത്. കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയാതെ പോയത്. അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ വിദഗ്ധൻ മൊഴി കൊടുത്തത് ഇങ്ങനെ പരുക്ക് പറ്റി കിടക്കുന്ന ഒരാളിനെ മലർത്തി കിടത്തിയാൽ അയാളുടെ ശ്വാസനാളത്തിലേക്ക് ഇങ്ങനെ രക്തവും മറ്റു വസ്തുക്കളും കടക്കാനിടയുണ്ടെന്നും മരണം സംഭവിക്കാനിടയുണ്ടെന്നും എന്ന അറിവ് ആരോഗ്യരംഗത്തുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നൽകുന്ന ട്രെയിനിങ്ങിന്റെ ഭാഗമായി കിട്ടുന്നതാണ്. ഗോവിന്ദച്ചാമി മെഡിക്കൽ കോളേജിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഗോവിന്ദച്ചാമിക്ക് ഇത്തരം ഒരു അറിവുണ്ടായിരുന്നോ ഇല്ലയോ എന്നത് ഒരു വിഷയമായി മുന്നോട്ട് വന്നു. ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിയുന്നത് ഗോവിന്ദച്ചാമിക്ക് കൊല്ലാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ എന്നതിൽ സന്ദേഹം വന്നു. അപ്പോൾ 302 മാറി 325 എന്നതിലേക്ക് സെക്ഷൻ മാറി. സെക്ഷൻ 325 എന്നാൽ മാരകമായി മുറിവേൽപ്പിക്കുക. നോക്കണം, ചുമത്തപ്പെട്ടിരുന്ന കൊലപാതകം എന്ന കുറ്റത്തിൽ നിന്നും മാരകമായി മുറിവേൽപ്പിക്കുക എന്ന കുറ്റത്തിലേക്ക് മാറി. അതിനുള്ള ശിക്ഷ 7 വർഷം മാത്രമാണ്. അങ്ങനെയാണ് സുപ്രീം കോടതി ഗോവിന്ദച്ചാമിയുടെ അപ്പീൽ ഭാഗികമായി അംഗീകരിക്കുകയും ഭാഗികമായി അനുവദിക്കുകയും വധശിക്ഷ ഒഴിവാക്കുകയും പകരം ജീവപര്യന്തം നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ 325 ശിക്ഷയായ 7 വർഷം തടവും വിധിച്ചത്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഈ വിധി കാണിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ലീഗൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ഔന്നത്യമാണ്. സംശയത്തിൻ്റെ നൂലിഴയെങ്കിലും ഒരു പ്രതിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ആ സംശയത്തിൻ്റെ നൂലിഴ ആ പ്രതിക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സമൂഹം ചിന്തിക്കുന്ന മറ്റൊരു തരത്തിലാകാം, പക്ഷേ ഇതാണ് നിയമത്തിൻ്റെ ഉത്തമമായ പരിശോധന രീതികൾ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.